ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഡേ 24 ഇന്ന് 88/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് വിമൺ CPO ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇന്നും വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഞാൻ ടെലഗ്രാമിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ആൻസർ കീയും എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താല്പര്യമുള്ളവർ അത് ആദ്യം GK പോർഷൻ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കത് എന്തായാലും എന്താണ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. CPO ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉറപ്പായിട്ടും ഉണ്ടാകും. ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഫോഴ്സിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അതും കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചേഞ്ച് ദ ഫോളോയിങ് ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെ. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഇവരോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ടീച്ചർ സെഡ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഭൂമി എന്ന് പറയുന്നത് സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലെ, സൂര്യൻ കിഴക്കുദിക്കുന്നു. ഇതെല്ലാം യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് എങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് വരുമ്പോഴേക്കും, അതായത് നമുക്ക് എന്ത് ചെയ്യണം, അതിന് നമുക്ക് ഒരു ചേഞ്ചും വരുത്താതെ അതേ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, റീപ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റിവോൾവ്ഡ് എന്നാ തന്നിരിക്കുന്നത്, തെറ്റാണ്. ഇവിടെ ഹാഡ് റിവോൾവ്ഡ്, അതും തെറ്റാണ്. ഈസ് റിവോൾവിങ്, അതും വേണ്ട. നമുക്ക് എന്താണ് വേണ്ടത്? ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. സോ ഓപ്ഷൻ C ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഫൈൻഡ് ദ എറർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സെന്റൻസ്. എറർ ആൻഡ് കറക്റ്റ് സെന്റൻസ്, ഇവിടെ സിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും വലിയ കീവേഡ് എന്ന് പറയുന്നത് സിൻസ് ആണ്. അതായത് എന്താണ് പറയുന്നത്, ഞാനിവിടെ എന്താണ് 2019 മുതൽ വർക്കിംഗ് ആണ് എന്നുള്ള ഇതാണ്. അപ്പോൾ ഇവിടെ പറയേണ്ടത് ഹാവ് ബീൻ, ഹാസ് ബീൻ, അങ്ങനത്തെ ഒരു വേർഡ് എപ്പോഴും അവിടെ ഉണ്ടാവണം സിൻസ് യൂസ് ചെയ്യുമ്പോഴേക്കും. നിങ്ങൾക്ക് അതൊരു ഒരു ഇതായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ എന്താണ്, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ്. ഇപ്പൊ സിൻസ് നമുക്കറിയാം എന്താണ്, പോയിന്റ് ഓഫ് ടൈമിനെയാണ് സിൻസ് യൂസ് ചെയ്യുന്നത് അല്ലെ. പോയിന്റ് ഓഫ് ടൈം നമ്മളോട് ചോദിക്കുവാണ് എന്ന് മുതൽ, ആ ഒരു ആൻസർ, അതായത് ആ ഒരു സെന്റൻസിൽ നമ്മൾ ചോദിക്കുവാണ്, നീ അവിടെ എന്ന് മുതൽ വർക്ക് ചെയ്യുന്നു? 2019 മുതൽ. അതാണ് അതിന്റെ ആ ഒരു എന്ന് മുതൽ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ആൻസർ കിട്ടണം. എത്ര കാലം അല്ലെ. ഇപ്പൊ എന്താണ്, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 years എന്ന് പറയുകയാണ്. അപ്പൊ നമുക്കറിയാം 10 വർഷമായി ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് എന്ന് മുതലെന്ന് ചോദിച്ചാൽ 10 വർഷമായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഒരു കറക്റ്റ് ഒരു പോയിന്റ് ഓഫ് ടൈം നമുക്ക് അവിടെ പറയാൻ പറ്റില്ല, 10 വർഷമായിട്ട്. അപ്പൊ എത്ര കാലമാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരണമെങ്കിൽ അവിടെ 4 ആണ് വരേണ്ടത്. അപ്പൊ സിൻസ് എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ടൈമും 4 എന്ന് പറയുന്ന എന്താണ്, പീരീഡ് ഓഫ് ടൈമുമാണ്. 6 മാസം അല്ലെ, 6 months, അല്ലെങ്കിൽ 2 hours അല്ലെ, അല്ലെങ്കിൽ സിൻസ് 9 AM 9 മണി മുതൽ, ആ ഒരു കറക്റ്റ് പോയിന്റ് ടൈം പറയുവാണെങ്കിൽ അവിടെ സിൻസും, അല്ലാത്തപ്പോൾ ഇവിടെ 4ഉമാണ് വരേണ്ടത്. പിക് ദ കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. കമ്പാരിറ്റീവ് അല്ലെ, നമുക്കറിയാം പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് വരും. അവിടെ എങ്ങനെയാ വരേണ്ടത്, ഫാസ്റ്റ് ആണ് അല്ലെ, ഫാസ്റ്റ്, ഫാസ്റ്റർ. അടുത്ത എന്താണ്, സൂപ്പർലേറ്റീവ് വരുമ്പോൾ ഫാസ്റ്റസ്റ്റ് എന്ന് വരും. ഇവിടെ ഫാസ്റ്റർ ആണ് വരേണ്ടത്. ഇത് രണ്ടും അങ്ങ് വെട്ടിക്കോ. ഫാസ്റ്റർ ഉള്ള 2 ഉണ്ട്. നമുക്കറിയാം കമ്പാരിറ്റീവ് ഡിഗ്രി വരുമ്പോൾ ഫാസ്റ്റർ ദാൻ, ടോളർ ദാൻ, ഷോർട്ടർ ദാൻ, യങ്ങർ ദാൻ അല്ലെ, ബ്രൈറ്റർ ദാൻ എന്നൊക്കെ അങ്ങനെയാ വരേണ്ടത്. അപ്പൊ എല്ലാം എന്താണ്, ദാൻ വേണമെന്നറിയാം. സോ ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ആഡ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് ലെറ്റ്സ് വന്നാൽ എന്ത് വരണം, ഷാൽ വി. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, ഷാൽ വി. അതാണ് അവിടെ കാര്യം. ഇവിടെ എന്താണ് അല്ലെ, ഇവിടെ നമുക്ക് ലെറ്റ്സ് വരുമ്പോൾ ഒന്നും നോക്കണ്ട, ഷാൽ വി, ഷാൽ വി, അത് ഓർത്ത് തന്നെ പഠിച്ചിരിക്കുക. Complete the sentence by adding a suitable word given below. If she had studied harder, she dash passed the exam. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഹാഡ് V3 ഫോം ആണ്. ഹാഡ് വരുമ്പോൾ എന്ത് വന്നം നമുക്ക്, വുഡ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നം, ഹാഡ് സ്റ്റഡീഡ് വരുമ്പോഴേക്കും ഹാഡ് V3 ആണ്. സോ ആൻസറിൽ എന്ത് വന്നം, വുഡ് ഹാവ്, ഷീ വുഡ് ഹാവ് പാസ് ദ എക്സാം എന്നാണ്. സെലക്ട് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് കളക്റ്റീവ് നൗൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈഡ് ഓഫ് ലയൺ അല്ലെ, ലയൺ സിംഹം. എന്താണ് പ്രൈഡ്, കാടിന് അഭിമാനമാണെന്നുള്ളത് ഓർത്താൽ മതി. അപ്പൊ എന്താണ് പ്രൈഡ്, ലയൺസിന്റെ കൂട്ടമാണ് എന്താ പ്രൈഡ് എന്ന് പറയുന്നത്, പ്രൈഡ് ഓഫ് ലയൺ. ഫ്ലീറ്റ്, കൗസ്, കൗസ് എന്താ പറയുന്നത് നമ്മൾ, ഹേർഡ് ഓഫ് കൗസ് ആണ് പറയുന്നത്, HERD, ഹേർഡ് ഓഫ് കൗസ്. ബേർഡ്സ്, ബേർഡ്സിന് എന്താണ് നമ്മൾ പറയേണ്ടത്, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്ന് പറയും. ഇനി ഫിഷ് ആണെങ്കിൽ എന്തൊക്കെ പറയാം, സ്കൂൾ ഓഫ് ഫിഷ് പറയാം, ഷോൾ ഓഫ് ഫിഷ് പറയാം, സ്കൂൾ ഓഫ് ഫിഷ്. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ഹെർഡ് ഓഫ് കാറ്റിൽ. കണ്ട അവിടെ കാറ്റിൽസ് എന്നല്ല, കാറ്റിൽ, കന്നുകാലി കൂട്ടത്തെയാണ് നമ്മൾ കാറ്റിൽസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കാറ്റിൽ.
ഇനി ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് പഠിച്ചു വെച്ചു. പാക്ക് ഓഫ് വൂൾസ്, സ്വാം ഓഫ് ബീസ്, ഫോറസ്റ്റ് ഓഫ് ട്രീസ്, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, ബെഞ്ച് ഓഫ് ഗ്രേപ്സ്, സ്റ്റാക്ക് ഓഫ് ബുക്സ്, പ്രൈഡ് ഓഫ് ലയൺ, ലിറ്റർ ഓഫ് പപ്പീസ്, ലോഫ് ഓഫ് ബ്രെഡ്, ഗാഗിൾ ഓഫ് ഗീസ്, ട്രൈബ് ഓഫ് മങ്കീസ്. ഇതൊക്കെയാണ് നമ്മൾ നോർമലി പറയുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. Choose the correct one word substitute. A person who does not believe in the existence of God is called. എന്താണ്? ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവനെ പറയുന്ന പേരാണ് ആര്? എത്തിസ്റ്റ്. തീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വിശ്വാസി, ദൈവ വിശ്വാസിയാണ് എത്തിസ്റ്റ്, ദൈവ വിശ്വാസി. ഫാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്, അതായത് എല്ലാം വിധിയിൽ വിശ്വസിക്കുന്നവനാണ്, വിധി പോലെ നടക്കുള്ളൂ, എല്ലാം വിധിയാണ്, അല്ലെ? ആ ഒരു അപ്പൊ ഫെയ്ത്തിൽ വിശ്വസിക്കുന്നവനാണ് എന്ത്? ഫാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? ആ മൊത്തത്തിലൊരു ഡൗട്ടാണ്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എപ്പോഴും എന്താണ്? ഡൗട്ട് വരുന്ന ഒരാളാണ്. അതായത് ഉണ്ടെന്നും പറയാൻ പറ്റില്ല, എന്താണ് ഇല്ല എന്നും പറയാൻ പറ്റില്ല. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പറയുന്നത് അഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചൂസ് ദ ആന്റോണിം ഓഫ് ദ വേർഡ് അബൻഡന്റ്. അബൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം. അപ്പൊ എക്സസ് അവിടെ എന്താണ്? അബൻഡന്റിന്റെ സിനോണിം ആണ്. ആംബിൾ എന്താണ്? സിനോണിം ആണ്. ഓവർഫ്ലോയിങ് എന്താണ്? സിനോണിം ആണ്. സ്കാൻഡി ആണ് ഇവിടെ ആന്റോണിം ആയിട്ട് വരേണ്ടത്. അബൻഡന്റ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒത്തിരി ഉള്ള, ധാരാളം ഉള്ള എന്നുള്ള മീനിങ് ആണ്. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. മിസ്സലേനിയസ് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? മിസ് സെല് ആൻഡ് EOUS, മിസലേനിയസ്. മിസ് സെല്ല് ആൻഡ് EOUS ആണ് മിസലേനിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ദ മിനിസ്റ്റർ പ്രിസൈഡഡ് ഓവർ ദ മീറ്റിംഗ് ആണ്. പ്രിസൈഡഡ് ഓവർ, അതായത് അതിന് നയിച്ചു എന്നുള്ള മീനിങ് ആണ്. അപ്പൊ പ്രിസൈഡഡ് വരുമ്പോൾ എന്താണ്? പ്രിസൈഡഡ് ഓവർ ദ മീറ്റിംഗ്. ഓക്കെ, പ്രേക്ഷകൻ, പ്രേക്ഷകനാണ്. പ്രേക്ഷകനുമുണ്ട്, പ്രേക്ഷകനുമുണ്ട്. പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം ഏത്? പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രേക്ഷകൻ. സ്ത്രീലിംഗ രൂപം പറയേണ്ടത് പ്രേക്ഷകയാണ്. പ്രേക്ഷകൻ, പ്രേക്ഷക. ആരാണ് പ്രേക്ഷകൻ എന്ന് പറയുന്നത്? വെറും ഷായാണെങ്കിൽ അത് എന്താണ് പറയേണ്ടത്? അയച്ചയാൾ. അയച്ചയാളാണ് പ്രേക്ഷകൻ. അങ്ങനെയാണെങ്കിൽ എന്താണ്? പ്രേക്ഷകൻ. ഇക്ഷ വരുമ്പോ എന്താണ് വരേണ്ടത്? പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാണുന്നയാൾ. കാണുന്നയാളാണ് പ്രേക്ഷകൻ എന്ന് പറയുന്നത്. എങ്കിൽ പ്രേഷിതൻ ആരാണ്? പ്രേഷിതൻ. കണ്ടോ, ഇവിടെ ഷാ ഒരുമിച്ച് വരുന്ന ആള്. അപ്പൊ എന്താണ് പ്രേഷിതൻ എന്ന് പറയുന്നത്? അയക്കപ്പെട്ടയാൾ. അയക്കപ്പെട്ടയാളാണ് പ്രേഷിതൻ. അപ്പൊ ഇവിടെ എന്താണ്? പ്രേക്ഷിതൻ. പ്രേക്ഷിതനാണെങ്കിൽ എന്താണ്? കാണപ്പെട്ടവൻ. കാണപ്പെട്ടവൻ എന്നുള്ളതാണ് മീനിങ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നിഷ്ഫല യജ്ഞം എന്ന അർത്ഥം വരുന്ന ശൈലി. നിഷ്ഫല യജ്ഞം എന്ന് പറയുന്നത് കാകദന്ത ഗവേഷണമാണ്. കാകദന്ത ഗവേഷണമാണ് നിഷ്ഫല യജ്ഞം എന്ന് പറയുന്നത്. ഫലമില്ലാത്തൊരു കാര്യം ചെയ്യുന്നതിനെയാണ് കാകദന്ത ഗവേഷണം. നിരാമയം. എന്താണ് നിരാമയം? നിർ പ്ലസ് ആമയമാണ് നിരാമയം. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. നിർ പ്ലസ് ആമയമാണ് നിരാമയം. സമത. സമത അല്ലെ? ഇക്വാലിറ്റി, ഇക്വൽ. അപ്പൊ എന്താണ്? സമത എന്ന വാക്കിന്റെ സമാനാർത്ഥമുള്ള പദമാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? തുല്യത. 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റ പദം. 12 വർഷം എന്താണ്? വ്യാഴവട്ടം അല്ലെ? വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? 12 വർഷത്തെയാണ് നമ്മൾ വ്യാഴവട്ടം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുത്വ സൂചന. ബഹുത്വം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഒന്നിൽ കൂടുതലുള്ളതായിട്ട് വരേണ്ടത് എന്ത് വരും? സ്വാമികൾ, ഉദ്ധവർ, ചെന്നവർ, വസുദേവർ. എന്താണ് വരേണ്ടത്? ചൊന്നവർ, പറഞ്ഞവർ അല്ലെ? ആ ഒരു മീനിങ്ങിലാ. ബാക്കി എല്ലാം എന്താണ്? നമ്മൾ പൂജക ബഹുവചനമായിട്ട് പറയുന്നത്. അപ്പൊ ചൊന്നവർ എന്ന് പറയുമ്പോൾ എന്താണ്? പറഞ്ഞവർ. ആ ഒരു മീനിങ്ങിലാണ്. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. അഷ്ടമുഷ്ടി. അഷ്ടമുഷ്ടിയാണ്. അപ്പൊ എന്താണ്? അഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? 8. അത് ഈ അഷ്ടം ഇതാണ് വരേണ്ടത്. അഷ്ടം 8 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരണം? ഇതിലെ അല്ലെ? അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലായി. അഷ്ടമുഷ്ടി. മുഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ കൈയാണ്. കൈ. മുഷ്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും അളവാണ്. 8 പിടി എന്നുള്ള മീനിങ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. മുല്ലപ്പോമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. അതായത് എന്താണ്? മുല്ലപ്പോമ്പടിയുടെ ചുറ്റി കിടക്കുന്ന കല്ലിനും എന്തുണ്ടാകും? ആ ഒരു മണം ഉണ്ടാകും എന്നുള്ളതാണ്. മുള്ളിന്റെ ചുവട്ടിൽ മുള്ളേ മുളയ്ക്കൂ. അതല്ല. ഒന്നായിരുന്നാലും നന്നായിരിക്കണം. അതുമല്ല. കുന്നിക്കൊരു കുപ്പിയിലിട്ടാലും മിന്നും. അതുമല്ല. പാലോട് ചേർന്ന വെള്ളവും എന്തായിട്ട് മാറും? പാലാകും. അതായത് മുല്ലപ്പൂ കിടക്കുന്ന കല്ലിനും എന്തുണ്ടാകും? ആ മുല്ലപ്പൂവിന്റെ മണം ഉണ്ടാകും. പാലിലേക്ക് ചേർന്ന വെള്ളവും എന്തായിട്ട് മാറും? അത് പാലായിട്ട് മാറും എന്നുള്ളത്.
പ്രിമിറ്റീവ് എന്നതിന്റെ പരിഭാഷ, പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രാകൃതമായ. പ്രിമിറ്റീവ് മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പുരാതന മനുഷ്യരെയൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ്? പ്രാകൃതമായ, പണ്ടത്തെ ആൾക്കാരാണ്, പ്രാകൃതമായ, അതാണ് പ്രിമിറ്റീവ് എന്നതിന്റെ മീനിങ്. കറക്റ്റ് പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന കാട് എന്ന പദത്തിന്റെ പര്യായ പദക്കൂട്ടം എന്താണ്? കാട്. വിപിനം, ആനനം, കാനനം. വിപിനം എന്താണ്? കാടാണ്. കാനനവും കാടാണ്. ആനനം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖമാണ്. അപ്പൊ ഇതല്ല എന്ന് മനസ്സിലായി. ആനനമുള്ള വേറൊരെണ്ണം കൂടി കിടപ്പുണ്ട്. അപ്പൊ ഇതുമല്ല എന്ന് മനസ്സിലായി. ഇനി ഇത് രണ്ടിലാണ് നോക്കേണ്ടത്. വാടി എന്ന് പറഞ്ഞാൽ എന്താണ്? വാടി പൂന്തോട്ടമാണ്, പൂന്തോട്ടം. അപ്പൊ ഇതും അല്ല. ആൻസർ ഏതായിരിക്കും? കാനനം, ഗഹനം, വിപിനം എന്നുള്ളതാണ് കാടിന്റെ പര്യായമായിട്ട് വരേണ്ടത്. 3/8 ദശാംശ രൂപം ഏത്? 3/8 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇവിടെ 0.75, 0.375 തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3/8 പോയിന്റ്, ഇവിടെ 0, ഇവിടെ എത്ര വരും? ഇവിടെയാണ് 0 ഇട്ട് കൊടുക്കേണ്ടത് അല്ലെ? 0 വരും. അവിടെ എത്ര വരും? 8 × 3 24. ഇവിടെ നേരെ ബാക്കി 6 വരും. 0.3 എന്ന് കിട്ടി. നോക്കിക്കേ, 0.3 ഉള്ള ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഇവിടെ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ബാക്കിയും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. കാര്യം ചിലപ്പോൾ തരുന്ന ആൻസർ ചിലപ്പോൾ 0.365, 0.315 എന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ ആകരുത്. ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എന്താണ്? പോയിന്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് അഗെയിൻ ഇവിടെ 0 ഇട്ട് കൊടുക്കാം. കാര്യം 6 നമുക്ക് 8 പോകില്ല. അപ്പൊ എത്ര വരും? 8 × 7 എന്ന് പറയുന്നത് 56 ആണ്. 4 കുറച്ച് എഴുതുക അല്ലെ? 60 നിന്ന് 56 വരുമ്പോൾ 4 വരും. ഇനി ഓൾറെഡി പോയിന്റ് ഉണ്ട്. അഗെയിൻ നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കുക. 8, 5 എത്രയാണ്? 40 ആണ്. ഓക്കെ, അപ്പൊ ആൻസർ 0.375 ആണ്. ഇനി നമ്മൾ ജസ്റ്റ് ഈ ഒരു ആൻസർ കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 13/125 നമ്മുടെ ഡേ വണ്ണിലെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 13/125 ദശാംശ രൂപം എന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഞാനത് ഡയറക്റ്റ് എന്താണ് 125നെ 1000ത്തിലേക്ക് മാറ്റിയാണ് ചെയ്ത് കാണിച്ചത്. അപ്പൊ അവിടെ ഡിവൈഡ് ചെയ്തും കൂടി കാണിച്ചു തരാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആൻസറിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 13 നമുക്കറിയാം 125 കൊണ്ട് ഒരിക്കലും ഡിവൈഡ് ചെയ്യാം അല്ലെ? ചെറിയ നമ്പറാണ്. സോ നമ്മളിവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുത്തു അല്ലെ? 130 എത്ര തവണയാണ്? ഒരു തവണ. ബാക്കി ഹരിക്കുമ്പോൾ എത്ര വരും? ഇവിടെ 125. ബാക്കി ഇവിടെ 5 ഇട്ട് കൊടുത്തു അല്ലെ? 5 ബാക്കി വരുന്നുള്ളൂ. ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. പക്ഷേ ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്? ഇവിടെ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ 50 കൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് വീണ്ടും 0 വേണം. ഇനിയും നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇനിയും 0 ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 125 500ലാണ് ചോദിച്ചിരിക്കുന്നത്. 125 നമുക്കറിയാം എത്രയാണ്? 250 ആണ്. 250 നമുക്കറിയാം എത്രയാണ്? 500 ആണെന്നറിയാം. അപ്പൊ മൊത്തം എത്ര വരും? 4 വരും. 0.104 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ അതിൽ ആ ക്വസ്റ്റ്യനിൽ അതിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡിവൈഡ് ചെയ്ത് കാണിച്ചു തരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഒന്ന് അത് മെൻഷൻ ചെയ്തതേ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 0.104 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 5% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്ക് സാധാരണ പലിശയായി 200 രൂപ ലഭിച്ചു. അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര? സാധാരണ പലിശ എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ മീനിങ്? ഞാൻ ഇടുന്നത് 1000 രൂപയാണ്. എനിക്ക് 1-ാം വർഷം അതിന് പലിശയായിട്ട് 100 രൂപ കിട്ടി. 2-ാം വർഷം എനിക്ക് 100 രൂപ കിട്ടും. അത് ഞാൻ എത്ര വർഷം ഇടുന്നു? എല്ലാ വർഷവും എനിക്ക് കിട്ടുന്ന പലിശയുടെ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം? 1-ാം വർഷം ഞാൻ 1000 കിട്ടും. അതിന് എനിക്ക് 100 രൂപ പലിശ കിട്ടി. 2-ാം വർഷം ആയപ്പോഴേക്കും എൻ്റെ എമൗണ്ട് 1100 ആയി. അതിനാണ് എനിക്ക് പലിശ കിട്ടുന്നത്. അപ്പൊ 10% ആണെങ്കിൽ അത് 110 ആയിട്ട് മാറും. ഓക്കെ, എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? ഈ 110 ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് എന്ത് വരും? നമ്മുടെ അടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 1210 ആണ്. അപ്പൊ അവിടുത്തെ പലിശ എത്രയാ? 121 ആകും. പലിശ കൂടി വരും. അതാണ് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റില് നമ്മളിവിടെ നോക്കിക്കേ, എനിക്ക് മൊത്തം കിട്ടിയത് 200 രൂപയാണ് പലിശയായിട്ട് കിട്ടിയത്. അതായത് 2 വർഷത്തേക്കല്ലേ. അപ്പൊ എനിക്ക് 1-ാം വർഷം കിട്ടി 100, 2-ാം വർഷവും 100 കിട്ടിയത് കൊണ്ടാണല്ലോ എനിക്ക് ടോട്ടൽ 200 ആയിട്ട് മാറിയത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താണ് ഇത്? കൂട്ടുപലിശ ആണെങ്കിൽ എനിക്ക് 1-ാം വർഷം 100 കിട്ടും. ഈ 100ന്റെ 5% വാർഷിക നിരക്കിലാണ് യോജിച്ചിരിക്കുന്നത്. 5% കണ്ടുപിടിക്കണം. അപ്പൊ അത് എത്ര വരും? 5 രൂപ. ഈ 5 രൂപയും കൂടി എനിക്ക് എന്താണ് ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിക്കിട്ടും. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് 205 ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ആൻസർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് അവര് ക്യാൻസൽ ചെയ്തതാണ്. നെക്സ്റ്റ് നോക്കാം.
ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും 4:3 എന്ന അംശബന്ധത്തിലാണ്. 10 ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ 3:1 എന്ന അംശബന്ധത്തിലായി. ഇപ്പോൾ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡും വെള്ളവും ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാനാണ്. അതായത് ആസിഡും ഉണ്ട് വാട്ടറും ഉണ്ട് അല്ലേ. ഇവിടെ ആദ്യം പറഞ്ഞത് 4:3, പിന്നെയുള്ളത് 3:1. ഇതിന്റെ വ്യത്യാസം നമുക്ക് വേണ്ട. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 10 ലിറ്റർ കൂട്ടി ഒഴിച്ചു. ഇവിടെ എത്രയായിക്കോട്ടെ, എത്രയായാൽ പോലും നമ്മൾ 10 ലിറ്റർ കൂട്ടി ഒഴിക്കുമ്പോൾ ആസിഡിന്റെ അളവ് എന്തായിരിക്കും? 10ൽ കൂടുതലായിരിക്കും. അപ്പൊ ഇതാണ് ആസിഡ്, ഇത് വാട്ടർ അല്ലെ. അങ്ങനെയല്ലേ വരേണ്ടത്? അങ്ങനെയല്ലേ അംശബന്ധം തന്നിരിക്കുന്നത്. ആദ്യം ആസിഡ്, പിന്നെ വാട്ടറാ പറഞ്ഞിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി നമുക്ക് എന്താവണം? ഈ ആസിഡിന്റെ കണ്ടന്റ് എന്ന് പറയുന്ന 10ൽ കൂടുതലായിരിക്കണം. അപ്പൊ ഇത് രണ്ടും നേരെ അങ്ങ് വെട്ടിക്കോ. ഇനി ഇത് രണ്ടും മാത്രം നോക്കിയാൽ മതി. 18 മാറും. നേരെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കേ. ഇത് കട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ എത്ര വരും? നമുക്ക് വേണ്ടത് 3:1 ആണ്. 18ന് 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3 തവണ കിട്ടും അല്ലേ. 6നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 1, 3:1 എന്ന അംശബന്ധത്തിലാകും. നെക്സ്റ്റ് നമുക്കുള്ളത് ഏതാണ്? 12ഉം 3ഉമാണ്. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഹരിക്കുമ്പോഴേക്കും ഇവിടെ 4 വരും. ഇവിടെ എന്താണ്? 1 വരും. 4:1. നമ്മളോട് പറഞ്ഞിരിക്കുന്ന അംശബന്ധം 3:1 അല്ലേ. സോ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ എത്രയായിരിക്കണം? 18ഉം 6ഉം ആയിരിക്കണം. 18 ലിറ്റർ ആസിഡും 6 ലിറ്റർ വെള്ളവുമാണ് ഉള്ളത്. അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എന്നാൽ അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഇവിടെയും നമുക്ക് സെയിം എന്ത് ചെയ്യാം? ഓപ്ഷൻ വെച്ച് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ പറയാണ് അപ്പുവിന്റെ പ്രായം ഇപ്പോൾ 6 ആണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് 9 മടങ്ങാണ്. അപ്പൊ എത്ര വരും? 9 × 6 54 വരും. ഇനി എന്താ പറയുന്നത്? പ്ലസ് 9 വർഷം കഴിഞ്ഞു. 9 വർഷം കഴിയുമ്പോൾ അപ്പുവിന്റെ പ്രായം എത്രയായിട്ട് മാറും? 9ഉം 6ഉം കൂടി കൂട്ടുമ്പോൾ നമുക്കറിയാം 15 ആണ്. അത് 3 മടങ്ങ്. അപ്പൊ അമ്മയുടെ പ്രായം ഇപ്പോൾ ഓൾറെഡി കറണ്ടിൽ എത്രയാണ്? 84 ആണ്. അതിനോടുകൂടി നമുക്ക് എത്രയാണ്? 9 അല്ലേ കൂട്ടേണ്ടത്. 9 കൂട്ടുമ്പോഴേക്കും അമ്മയുടെ പ്രായം 63 ആകും. ഇതെന്ന് പറയുന്നത് ഇതിന്റെ 3 ഇരട്ടിയാണോ? അല്ല. അപ്പൊ ഇതല്ല ആൻസർ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 മടങ്ങെന്നാണ്. നെക്സ്റ്റ് നോക്കാം. അപ്പുവിന്റെ പ്രായം 3 ആണെങ്കിൽ അമ്മയുടെ പ്രായം 9 മടങ്ങെന്ന് പറയുമ്പോൾ 9 × 3 27 ആകും. 9 വർഷം കഴിഞ്ഞു. 9 വർഷം കഴിയുമ്പോൾ അപ്പുവിന്റെ പ്രായം എത്രയാകും? 9ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ 12 കിട്ടും. 27ഉം 9ഉം കൂടി കൂട്ടുമ്പോഴേക്കും 27നോട് 9 കൂട്ടുമ്പോൾ നമുക്ക് 36 കിട്ടും. ഈ 12ന്റെ 3 മടങ്ങാണ് എന്തെന്ന് പറയുന്നത്? 36. അപ്പൊ ഇതെന്താകും? ആൻസർ ആയിട്ട് വരും. അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം ചോദിച്ചാൽ എത്രയാണ്? 3 വയസ്സാണ് അപ്പുവിന്റെ പ്രായം എന്ന് പറയുന്നത്. അടുത്ത വേണേൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2 9 മടങ്ങെന്ന് പറയുമ്പോൾ 18 ആയി. ഇവിടെ എത്ര വരും? 9 വർഷം കഴിയുമ്പോൾ എത്ര വരും? 2ഉം 9ഉം കൂടി കൂട്ടുമ്പോൾ 11. ഇവിടെ 9 കൂട്ടുമ്പോൾ ഇവിടെ എത്രയാണ് വരേണ്ടത്? 27. ഇതിന്റെ 3 മടങ്ങെന്ന് പറയുമ്പോൾ ഇവിടെ 33 ആയിരുന്നു വരേണ്ടത്. അപ്പൊ അതൊന്നും ആൻസർ ആയിട്ട് വരില്ല. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കോണുകളുടെ തുക 8100 ആയ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ആന്തര കോണുകളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ്? ആന്തര കോണുകളുടെ തുക n-2 × 180 ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് 8100 എന്ന് പറയുന്നത് n-2 ആണ്. ഇവിടുത്തെ 180നെ നമുക്ക് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കാം. 0 കട്ടായി പോയി. 18 9ൽ 2 തവണ, 81ൽ 9 തവണ, അപ്പൊ 90/2 എന്ന് വരും. 45 = n-2 എന്ന് കിട്ടി. ഇവിടെ 45 കിട്ടി. നേരെ പോയി ഇത് മാർക്ക് ചെയ്യരുത്, തെറ്റാണ്. നമുക്ക് എത്രയാണ് n എന്ന് പറയുന്നത്? 45 + 2 47 ആണ് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരു സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം വശത്തിന്റെ നീളത്തിന്റെ എത്ര മടങ്ങാണ്? ഇതൊരു സമചതുരമാണ് എങ്കിൽ, ഇത് എ ആണ് എങ്കിൽ വികരണം എന്ന് പറയുന്നത് a√2 ആണ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് പഠിക്കാനായിട്ട്, പഠിച്ചു വെച്ചോളാം. സമചതുരത്തിന്റെ വശം a ആയ സമചതുരത്തിന്റെ വികരണം എന്ന് പറയുന്നത് a√2 ആണ്. അപ്പൊ അത് എത്ര മടങ്ങായിരിക്കും? √2 മടങ്ങായിരിക്കും. ക്ലോക്കിലെ സമയം 10:30. ക്ലോക്കിലെ സമയം 10:30 ആണെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള വ്യത്യാസം 30h - 11/2m ആണ്. 30 × h എന്ന് പറയുന്ന മണിക്കൂർ, 10 മണിക്കൂർ 30 മിനിറ്റ്, മിനിറ്റ് 30 ആണ്. ഇതുകൂടി കട്ടായി പോകും. 15 തവണ. 11 × 15 എന്ന് പറയുന്നത് എത്ര വരും? 165. 300ൽ നിന്ന് 125 കുറക്കുമ്പോൾ 135 ഡിഗ്രി. അതാണ് ഇവിടുത്തെ കോണളവെന്ന് പറയുന്നത്. 135 ഡിഗ്രിയാണ്.
0.25 ദ ഹോൾ പവർ ആറിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.25 ദ ഹോൾ പവർ 4 കിട്ടുന്നത്? 0.25 ദി ഹോൾ പവർ 6നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോൾ 0.25 ദി ഹോൾ പവർ 4 കിട്ടി. ഈ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ പറയൂ 10നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 20 കിട്ടി. ഈ 2 കണ്ടുപിടിക്കാൻ നമ്മൾ 20നെ 10 കൊണ്ട് ഹരിക്കുകയല്ലേ ചെയ്യേണ്ടത്? സെയിം കൺസെപ്റ്റ് ഇവിടെ ചെയ്യുക. ഇവിടെ എന്ത് വരും? 0.25 ഹോൾ പവർ 4 ഡിവൈഡ് ബൈ 0.25 ഹോൾ പവർ 6. ലോ ഓഫ് എക്സ്പോണൻസ് കൃത്യങ്ക നിയമങ്ങൾ അനുസരിച്ച് എ പവർ എം ഡിവൈഡ് ബൈ എ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം മൈനസ് എൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 0.25 ഒരു തവണ എഴുതിയാൽ മതി. 4 മൈനസ് 6 എന്ന് വരും. ബേസ് സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. ഇവിടെ എന്ത് വരും? 0.25 വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ -2 എന്ന് വരും. ഇങ്ങനെ ഒരു ആൻസർ നമുക്കില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ 0.25 എന്ന് പറയുന്നതിനെ നമുക്ക് 25/100 എന്ന് എഴുതാം. പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 100 കൊണ്ട് ഹരിച്ചത്. 3 ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? 1000 കൊണ്ട് ഹരിച്ചേനെ. പോയിന്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഇപ്പൊ 2.5 എന്നാണെങ്കിൽ നമുക്ക് അതിന് എങ്ങനെ എഴുതാം? 25/10 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ 25/100 ആണ് നമുക്ക് വരേണ്ടത്. 25/100 എന്ന് പറയുമ്പോൾ 25 100 എത്ര തവണയാണ്? 4 തവണ. 1/4 എന്ന് വരും. സോ ഇത് എങ്ങനെയാ വരേണ്ടത്? 1/4 ദി ഹോൾ പവർ -2. ഇനി അടുത്ത നിയമങ്ങളിൽ മറ്റൊന്നാണ് എ പവർ -m എന്ന് പറയുന്നത് 1/a പവർ m ആണ്. മൈനസ്, അതായത് പവറിനെ മൈനസ് മാറ്റാനായിട്ട് റെസിപ്രോക്കൽ ഇട്ട് പോസിറ്റീവ് ആക്കി എഴുതിയാൽ മതി. സോ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/4 റെസിപ്രോക്കൽ 4/1, അതായത് 4 തന്നെയാണ്. ദി ഹോൾ പവർ 2 എന്ന് വരും. 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 3നും 81നും ഇടയിൽ 2 സംഖ്യകൾ ചേർക്കുക. അങ്ങനെ ചേർക്കുന്ന ക്രമം ഒരു സമഗുണിത ശ്രേണിയാണ് എങ്കിൽ ആ 2 സംഖ്യകൾ ഏതെല്ലാം? 3നും 81നും ഇടയിൽ 2 സംഖ്യകൾ സമഗുണിതം, ഗുണിച്ചു ഗുണിച്ചാണ് പോകേണ്ടത്. AR സ്ക്വയർ, AR ക്യൂബ് എക്സെട്ര. സമാന്തര ശ്രേണി കൂട്ടി കൂട്ടിയാണ് പോകേണ്ടത്. A+B, A+2D, A+3D ഇങ്ങനെ. അതായത് ഒരു ഫിക്സഡ് നമ്പറിനെ ഗുണിച്ചു പോകുമ്പോൾ അത് ജോമെട്രിക് പ്രോഗ്രഷൻ അഥവാ സമഗുണിത ശ്രേണിയാകും. ഒരു ഫിക്സഡ് നമ്പറിനെ കൂട്ടി കൂട്ടി പോകുമ്പോൾ അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയായിട്ട് വരും. നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും എല്ലാം നമുക്ക് ഈസിലി മനസ്സിലാവും. കാര്യം എന്താണ്? ഗുണിച്ചു തന്നെ 3നെ 27 ആക്കാനായിട്ട് നമുക്കറിയാം 9 കൊണ്ട് ഗുണിക്കണം അല്ലെ. പിന്നെ എന്താ? ആ 27നെ 3 കൊണ്ട് 9 കൊണ്ട് ഗുണിക്കുമ്പോൾ അതിലും വലിയ നമ്പർ ആയിരിക്കും, ഒരിക്കലും 9 ആയിരിക്കില്ല. അപ്പൊ ഇതെല്ലാം എന്നറിയാം. അതേപോലെ ഇതുമെല്ലാം എന്ന് മനസ്സിലായി. കാര്യം ഈ 2/36 3നും 81നും ഇടയിലുള്ള സംഖ്യയാണ്. 2 എന്ന് പറയുമ്പോൾ അവിടെയല്ല വരുന്നത്. നമുക്ക് ഫസ്റ്റ് നോക്കാം 9ഉം 27. 3നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 9 കിട്ടും. 9നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 27 കിട്ടും. 27നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 81 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതും കൂടി നോക്കി കാണിച്ചു തരാം. ഇവിടെ 81. ഇവിടെ 6 ആണെങ്കിൽ 3നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഈ പറയുന്ന 6 കിട്ടേണ്ടത്. ഇതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടേണ്ടത് 12 ആണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് 15 ആണ്. സോ എന്ത് വരില്ല? ഇതും വരില്ല. ഓക്കെ, ആൻസർ 9ഉം 27ഉമാണ്. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 കിലോമീറ്റർ വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ എന്താണ്? ശരാശരി 20 km/h വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കേസ് എന്താണ്? തുല്യ ദൂരം അല്ലെ. ദൂരം എന്ന് പറയുന്നത് തുല്യവും വ്യത്യസ്ത വേഗത. തുല്യ ദൂരം വ്യത്യസ്ത വേഗത. അങ്ങനെയാണെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? 2AB ഡിവൈഡഡ് ബൈ A പ്ലസ് B. ഇവിടെ A എന്ന് പറയുന്നത് ഒന്നാമത്തെ വേഗതയും B എന്ന് പറയുന്നത് രണ്ടാമത്തെ വേഗതയുമാണ്. ഇവിടെ ആൻസർ എങ്ങനെ വരും? 2 × 30 × 20 ഹോൾ ഡിവൈഡഡ് ബൈ 30 + 20 എന്ന് വരും. ഇവിടെ ആൻസർ എങ്ങനെ വരും? 2 × 30 × 20 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. 0 0 കട്ടായി പോയി. 5 30 6 തവണ. 2 × 6 12, 12 × 2 24. 24 km/h ആണ്. അതായത് ശരാശരി വേഗത എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വൈകുന്നേരം നമ്മുടെ SCRT മോക്ക് ടെസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്